Good afternoon, ma'am. Hello, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, so let's start. Once again, good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. How are you? Hi. Fine. Fine. Good afternoon, ma'am. Okay. കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ട് ഐ തിങ്ക് നമ്മള് കുറെ ദിവസത്തിന് അയച്ചു. ഓക്കെ, ഐ എം ഡൂയിങ് ഗുഡ്. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. കുറെ ദിവസമായില്ല കണ്ടിട്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ക്ലാസ്സസ് ഒക്കെ നന്നായി പോകുന്നുണ്ടല്ലോ. പോകുന്നുണ്ട് മേഡം. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ബി ഹാപ്പി ഓൾവേസ്. Yes, happy. Always happy. ഓക്കെ, അതാണ് കേൾക്കണ്ട, എല്ലാവരിൽ നിന്നും കേൾക്കണം. ഹാപ്പി ആയിട്ടിരിക്കുക. എന്നാല് എപ്പോഴും നമ്മൾ പ്ലസന്റ് മൈൻഡോടുകൂടി ഇരിക്കുമ്പോഴല്ലേ നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും അതൊക്കെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ, എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുള്ളൂ. അപ്പൊ ഓൾവേസ് ബി ഹാപ്പി. സോ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാണ്. ഐ തിങ്ക് യു ഓൾ ഹാവ് മ്യൂട്ടഡ് യുവർ ഡിവൈസ്. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഞാൻ ചോദിക്കുന്നവർ മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ പോകുക. അതായത് ഇടയിൽ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. നമ്മൾ ഒരാളുടെ പേരൊക്കെ ചിലപ്പോൾ വിളിക്കും, ആ ആൾ മാത്രം ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ക്ലാസ്സിന്. കാരണം നമ്മൾ മാത്രമല്ല ഈ ക്ലാസ് കേൾക്കുക, നിങ്ങളൊന്ന് ആലോചിക്കണം. those who cannot attend the class regularly, ലൈവ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, they are watching the recorded class. ഓർക്കുക അത് കേട്ടാ, അവര് റെക്കോർഡഡ് ക്ലാസ് ആണ് കാണുക. അപ്പൊ അവർക്ക് അത് കാണുമ്പോ ചില ഡിസ്റ്റർബൻസുകൾ വരുന്നുണ്ട്. എന്താ പറയാ, നമ്മള് ആവശ്യമില്ലാത്ത ഈ മ്യൂട്ട് ചെയ്യാതെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടുകളൊക്കെ അവർക്ക് ആ റെക്കോർഡഡ് ക്ലാസ് വാച്ച് ചെയ്യുമ്പോൾ ചില ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുകൂടിയൊക്കെയാണ്, പിന്നെ നമുക്ക് തന്നെയും ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും മ്യൂട്ട് ചെയ്തിരിക്കാനും, ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ടേൺ വരുമ്പോൾ when you are asked to say something, നിങ്ങളോട് എന്തെങ്കിലും പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രം അത് അൺമ്യൂട്ട് ചെയ്യാം. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, മിസ്സിന്റെ ക്ലാസ് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ലൈവായിട്ട് കാണുന്നത്. ഇതുവരെ റെക്കോർഡ് ക്ലാസ് ഇരുന്ന് ഒരുപാട് ഡിസ്റ്റർബ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ക്ലാസ്സുകളൊക്കെ നല്ല പെൻഡിങ് ആയിട്ടൊക്കെ എടുക്കുന്നത്. റെക്കോർഡ് കേൾക്കുമ്പോഴേ ഭയങ്കര റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് അല്ലേ? റെക്കോർഡ് ക്ലാസ് ഇതുവരെ കേട്ടപ്പോ ഫുള്ള് ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്നത്. ഇത് ചോദിച്ചത് തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ നമുക്ക് റെക്കോർഡ് ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള പ്രതിവിധിയാ പറഞ്ഞത്. നിങ്ങൾ അതായത് ലൈവില് ക്ലാസ്സിൽ കയറുന്നവര് നിങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കുക. ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് ഏതു നേരം നിങ്ങൾ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യണ്ടോന്ന് നോക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് മാത്രമല്ല, യു ആർ നോട്ട് ടു മച്ച് സ്മോൾ സ്റ്റുഡൻസ് ഒന്നും അല്ല. എല്ലാവർക്കും അറിയാം, ഇതൊക്കെ എല്ലാവരും +2 കഴിഞ്ഞവരാണ്. അപ്പൊ ആ ഒരു ഇതിലുള്ള റേഞ്ചിലുള്ള ആളുകൾ അതിനകത്തുള്ളവരൊക്കെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. ഈ ഡിവൈസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരായതുകൊണ്ടും നിങ്ങൾക്കറിയാം. ഒരു ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പലതും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും. കാരണം കൊറോണയൊക്കെ വന്നപ്പോ എങ്ങനെ വന്നാലും നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ഇതുപോലെയുള്ള സെഷൻസ് ഒക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു നമുക്ക് തന്നെ സ്വയം തോന്നണം. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം കൺട്രോൾ ചെയ്യുക, അത് ഓഫ് ആക്കി വെക്കണം, മ്യൂട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സ് വിളിക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ടാണ് പറഞ്ഞത്. അത് തുടക്കം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ. ഇത്രയും നേരം ഞാൻ ഇപ്പൊ ഇത്രയും ഒരു 2-3 സെന്റൻസ് സംസാരിച്ചു, എല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ട് വാസ് ദർ എനി ഡിഫറൻറ്റ്? ഈ പറഞ്ഞ നിങ്ങളുടെ ഈ മ്യൂട്ട് ചെയ്തപ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്തിരുന്നപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടായോ? ഇപ്പോ ഇത്രയും നേരം ആള് സംസാരിച്ചപ്പോഴല്ല, അത് കഴിഞ്ഞപ്പോ സംസാരിക്കുമ്പോ ബ്രേക്ക് ആവുന്നുണ്ടോ സൗണ്ട്? നോ, ഇല്ല എന്നാണ് റിപ്ലൈ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം പ്രശ്നമായിരിക്കും. വേഗം തന്നെ ഒന്ന് ലീവ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ജോയിൻ ചെയ്താൽ ക്ലിയർ ആകും എല്ലാ കാര്യവും. ഇടയിൽ വെച്ച് ആരും സംസാരിക്കണ്ട, നിങ്ങളുടെ പേര് വിളിക്കാൻ മാത്രം സംസാരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കാര്യത്തിനാണ് നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഞ്ഞതായിട്ടൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടുള്ള ആൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് ആ ചോദ്യം ചോദിച്ചതിന് ശേഷം പെട്ടെന്നൊന്ന് മ്യൂട്ട് ചെയ്തേക്കാം. അത്രയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ കൂടി കോപ്പറേറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് എപ്പോഴെപ്പോഴും പറയുന്നതാ. എല്ലാ ക്ലാസ്സിലും എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും നിങ്ങൾ എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് ക്ലാസ് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൗണ്ട് ബ്രേക്ക് ചെയ്തും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത്രയും നേരം വരെ ഡിസ്റ്റർബൻസ് ഇല്ല എന്നാണ് എന്റെ കണ്ടെത്തല്. എനിക്ക് തോന്നുന്നത് അതാണ്. ഇത്രയും കുട്ടികൾ കൂടുതൽ വരുമ്പോഴേ നമുക്ക് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇരിക്കാത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ, നമ്മൾ എവിടെ വരെ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ വിച്ച് ടോപ്പിക് അല്ലെങ്കിൽ വിച്ച് ഡിപ്പാർട്ട്മെന്റ് വി ഹാവ് ഡിസ്കസ്ഡ്? അറിയാമോ? ധന്യ പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് നിർത്തിയെന്ന് പറയാമോ? ധന്യ ഇല്ല? ചോദിക്കുന്ന ആള് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. അമർ ഒന്ന് പറയാമോ എവിടെ വരെ നമ്മൾ എടുത്തേ? അമർജ്യോതിയാണ്. അത് കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ അതെ അമർജ്യോതി തന്നെ പറഞ്ഞോ. ഓങ്കോളജി വരെ നമ്മൾ എടുത്തു. ഹാവ് യു കംപ്ലീറ്റഡ് ദാറ്റ് ടോപ്പിക്? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താന്ന് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു? ഓങ്കോളജി വരെ എടുത്തു എന്നാണോ ഓങ്കോളജി എടുത്തു എന്നാണോ? മെഡിക്കൽ ഓങ്കോളജി പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞില്ല? ആ ടോപ്പിക് എടുത്തു. ആ ടോപ്പിക് കംപ്ലീറ്റ് കഴിഞ്ഞു. കംപ്ലീറ്റ്. അഞ്ജന മനോജ്, അമർജ്യോതി പറഞ്ഞ ഈ കാര്യം കറക്റ്റ് ആണോ? അഞ്ജന മനോജ് ഉണ്ടോ അവിടെ? ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പേര് വിളിക്കും, നിങ്ങളൊന്ന് പരിചയപ്പെടാൻ കൂടി വേണ്ടിയിട്ടാ. പരിചയപ്പെടാന്ന് വെച്ചാൽ പേര് വിളിച്ച് ആളുകളൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് മാത്രമല്ല ക്ലാസ്സിൽ നിങ്ങളത് ക്ലാസ്സിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുകയാണെന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാ. ഓപ്പൺ ആക്കി വെച്ചിട്ട് ആളില്ലാന്ന് തോന്നുന്നു. അഞ്ജു അവിടെ വരെയാണോ? കറക്റ്റ് ആണോ? അഞ്ജു ഇല്ല. അനൂപ് ഉണ്ടോ? അവിടെ വരെയാണോ? ഓങ്കോളജി വരെയാണ് കംപ്ലീറ്റ് ചെയ്തെന്ന് അമർജ്യോതി പറയുന്നു. ഈസ് ഷീ റൈറ്റ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞത് ശരിയാണോ? മിസ്സേ കുറച്ചു ദിവസം ക്ലാസ് കയറിയില്ലേ, ഞാൻ ചില ബിസി ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുഴപ്പമില്ല, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അതുൽ കൃഷ്ണൻ ഉണ്ടോ? അതുൽ കൃഷ്ണൻ ക്ലാസ്സിൽ കയറാത്ത ആളാണോ? ആദ്യമായിട്ട് കയറിയതാണോ? സൗണ്ട് കൊണ്ട് വന്നില്ലല്ലോ. എൽസ ഉണ്ടോ? ഓങ്കോളജി വരാൻ തോന്നുന്നു മാം. എന്റെ കയ്യിൽ മെറ്റീരിയൽ ഇല്ല. ഓങ്കോളജി കംപ്ലീറ്റ് ചെയ്തു. ഷുവർ? Yes. So which are the areas of oncology? Some special areas oncology cover ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാമോ? ഫർസാന, can you say which are the 3 major areas of oncology? Farsana is not there. Fatima. Yes, ma'am. പറയാമോ ഏതൊക്കെയാണ് ഓങ്കോളജി കവർ ചെയ്യുന്ന ഏരിയാസ്? മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി. വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോളൂ. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി.
വാട്ട് യു മീൻ ബൈ മെഡിക്കൽ ഓങ്കോളജി? അവിടെ പ്രത്യേകത എന്താ ഗൗരി? എന്താ അവിടെ നടക്കുന്നത്? ഗൗരി ഉണ്ടോ? മെഡിക്കൽ ഓങ്കോളജിയില് എങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ കേറിയിട്ടില്ലായിരുന്നു? കേറിയിട്ടില്ല കഴിഞ്ഞ ക്ലാസ്സില്? എന്റെ റെക്കോർഡ് ക്ലാസ്സും കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് വയ്യായിരുന്നു അത് കുറച്ച്. ഓക്കെ ഓക്കെ ലീവ് ഇറ്റ്. ഓക്കെ, മീനു പറയാമോ? മ്യൂട്ട് ചെയ്തേക്കാം ഗൗരി. മീനു ഇല്ല. നിത്യ എന്ന് പറയാമോ? യെസ് മാം. ഇൻക്ലൂഡിങ് കീമോതെറാപ്പിയില് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, ക്യാൻസറിന് കീമോതെറാപ്പി ചെയ്യുന്നത്. ഓക്കെ, അതായത് വിത്ത് ദ മെഡിസിൻ, അലോങ് വിത്ത് ദ മെഡിസിൻ കീമോതെറാപ്പി കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ആണ് മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ വരിക അല്ലെ? മ്യൂട്ട് ചെയ്തോളട്ടാ. അതായത് നമ്മുടെ മെഡിസിൻ കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ ഇഫ് നെസസറി കീമോതെറാപ്പിയും കൂടി പ്രൊവൈഡ് ചെയ്തിട്ട് ഉള്ളതായതുകൊണ്ട് അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. മെഡിക്കൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിനകത്ത് കീമോതെറാപ്പി കൂടി ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരിക. Then what do you mean by surgical oncology? എന്താ പ്രത്യേകത? നിവ്യ ബാബു, സർജിക്കൽ ഓങ്കോളജി. സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിംഗ് ബയോപ്സി, പിന്നെ സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. യെസ്, അതായത് നമ്മളുടെ സർജറി ആസ്പെക്ട്സ് ആണ്. അതായത് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ഈ കീമോതെറാപ്പി ഒന്നും പോരാണ്ട് വരും, ചിലപ്പോഴൊക്കെ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ സർജറി അതിനകത്ത് ബയോപ്സി ഇൻക്ലൂഡഡ് ആണ്. അതായത് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കുന്നതൊക്കെ ഇതിനകത്ത് ഓപ്പറേഷനിലൂടെ ഒക്കെ അത് പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സർജിക്കൽ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സർജറി പ്രൊസീജിയേഴ്സ് വേണ്ടി വരുന്ന രീതിയിലുള്ള ഓങ്കോളജിയാണ് സർജിക്കൽ ഓങ്കോളജി. അതിനകത്ത് ബയോപ്സി പെടും, സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് ഒക്കെ, മുഴകളൊക്കെ ബൈസെക്ട് ചെയ്തൊക്കെ ഇങ്ങനെ മുറിച്ച് എന്താ പറയാ ഇതൊക്കെ വിഘടിപ്പിച്ചൊക്കെ അതിനകത്ത് നിന്നൊക്കെ ടെസ്റ്റുകളൊക്കെ നടത്തി അത് ഹാംഫുൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ നടക്കുക, സർജിക്കൽ ഓങ്കോളജിയിൽ നടക്കുക. There is one more area of oncology. ഓങ്കോളജിയുടെ വിഭാഗത്തെ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ വരുന്ന ഒരു ഏരിയ കൂടി ഉണ്ട്. ഏതാണത്? ഷിൽജ പറയാമോ? ഷിൽജ ഇല്ല. സിൻഡോ ഉണ്ടോ? സിൻഡോ പറയാമോ? ഏതാണത്? തേർഡ് ഏരിയ ഓഫ് ഓങ്കോളജി ഏതാ? Radiation oncology. What do you mean by that? എന്താ അത്? Radiation therapy uses carefully targeted and regulated doses of high energy radiation of kill cancer cells. Radiation തെറാപ്പി ഉപയോഗിച്ച് നമ്മുടെ സെൽസിലുള്ള ക്യാൻസർ സെൽസിനെയൊക്കെ കില്ല് ചെയ്യാനുള്ള, അത് നശിപ്പിച്ച് കളയാനുള്ള ഹൈ എനർജി റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു തെറാപ്പിയാണ് ഈ ഒരു റേഡിയേഷൻ ഓങ്കോളജിയിൽ കൊടുക്കുക. അപ്പൊ ഒരു ഹൈ എനർജറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുക ഈ നമ്മുടെ ക്യാൻസർ സെൽസിനെയൊക്കെ കില്ല് ചെയ്യാനുള്ള, നശിപ്പിച്ച് കളയാനുള്ള ഒരു രീതി. അതാണ് റേഡിയേഷൻ ഓങ്കോളജിയിൽ. അപ്പൊ നമ്മുടെ ഓങ്കോളജി എന്ന് പറയുന്നത് 3 മേജർ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. അത് 3 മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് ഓൾസോ റേഡിയേഷൻ ഓങ്കോളജി. ഇതുവരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതുവരെയൊക്കെ വളരെ എന്താ പറയാ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളാണല്ലോ. അത് കഴിഞ്ഞാൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്തേക്കാട്ടെ. ഇൻ ബിറ്റ്വീൻ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം നിങ്ങൾ ആൻസർ തന്നാൽ മതി. ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം. എല്ലാവരും കൂടി നമ്മൾ കൂട്ടത്തോടെ ഒച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് ഡിസ്റ്റർബൻസ് വരുന്നത്. ഇത് നമുക്ക് മാത്രമുള്ള പ്രശ്നമാണ്. നമുക്ക് അത്രയും പ്രശ്നമില്ലെങ്കിലും ഈ എന്താ പറയാ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇപ്പൊ ഒരാൾ പറയുകയും ചെയ്തു, നമ്മളുടെ ഇവിടെ ഒരു ആള്, ഞാൻ വെറുതെ പറഞ്ഞതല്ലെന്ന് മനസ്സിലായല്ലോ, ഞാൻ നുണ പറഞ്ഞതല്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. അത് അത് മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞതുമല്ല, ഓൾറെഡി ഇവിടെ അതിനുള്ള ഒരു എന്താ പറയാ ദൃക്സാക്ഷി ഉണ്ടായിരുന്നു, വിറ്റ്നസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് ക്ലാസ്സുകൾ പോകാം. ഓക്കെ, അപ്പൊ ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പരിചയപ്പെടാം. വാട്ട് ഈസ് ഇറ്റ്? എന്താ അത്?
ഒഫ്താൽമോളജി അല്ലെ? Ophthalmology, you know, as the നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ the department deals with the investigation and also the treatment of all types of eye problems, disorders of eye, everything which is in adults and also in children. കുട്ടികളിലും വലിയവരിലും ഒക്കെ ഉണ്ടാകുന്ന ഐ ഡിസോർഡേഴ്സ്, കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം എവിടെയാണ് കിട്ടുക? നമുക്ക് ഒഫ്താൽമോളജിയിലാണ് കിട്ടുക. ഐ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ്, അതാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരിക. ഒഫ്താൽമോളജി അതിന് വേണ്ടിയിട്ടാണ്. കണ്ണിന്റെ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം, കണ്ണിന് നമ്മൾ സാധാരണയായിട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഏതെങ്കിലും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള അസുഖങ്ങൾ മാത്രമല്ല, ഇന്ന് വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റുകളാണ് നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടി വരുന്നത്. അത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഓരോ രോഗങ്ങൾ വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓരോ ഡിവൈസസ്, ഇപ്പൊ ഒരുപാട് നേരമൊക്കെ സിസ്റ്റത്തിന്റെ ഒക്കെ മുമ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. കൂടുതലും ഇന്ന് ഇത്തരം ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തപ്പോ ഈ എന്താ പറയാ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുന്ന വലിയവരും ചെറിയവരും കുട്ടികളും ഒക്കെ ഉൾപ്പെടെയൊക്കെ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ ഐ പ്രോബ്ലംസിനൊക്കെ ഉള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഒഫ്താൽമോളജിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ് സർവീസസ് ലൈക്ക്, അതിനകത്ത് വരുന്ന മറ്റു തരത്തിലുള്ള സേവനങ്ങൾ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളാണ് താഴെ പറയുന്നത്. ജനറൽ ഐ ക്ലിനിക് ഡിപ്പാർട്ട്മെന്റ്, അത് ജനറൽ ആയിട്ട് എന്താ പറയാ കണ്ണ് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ കണ്ണിന് എന്ത് പ്രശ്നം വന്നാലും, ഇപ്പൊ കുറച്ച് ചില ആളുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദനകൾ വരുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? കണ്ണിന്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അവിടെ ട്രീറ്റ്മെന്റിന്, ഇപ്പൊ നമ്മൾ തലവേദന മാറാതെ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ENT ഒക്കെ കാണിച്ചു കഴിയുമ്പോൾ അവരായിരിക്കും ചിലപ്പോൾ സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ എന്താ പറയാ ഒത്തിരി ട്രീറ്റ്മെന്റുകളൊക്കെ തന്നു നോക്കി, അപ്പൊ നല്ല അതിലൊന്നും അല്ല പ്രശ്നം, അപ്പൊ മേ ബി റിലേറ്റഡ് ടു ഐ, അത് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യമായിരിക്കും എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് അവര് സജസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാം. ഒഫ്താൽമോളജിയിലാണ്. ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ഐ ക്ലിനിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. ലേസർ ട്രീറ്റ്മെന്റ്സ്, അതായത് നമ്മളുടെ കണ്ണിന്റെ പല പ്രശ്നങ്ങൾക്കും ഇന്ന് ലേസർ ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കണ്ണിനെ സംബന്ധിക്കുന്ന അസുഖങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ്. ഇപ്പൊ ചില അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, വിതിൻ 1 hour, 1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമ്മൾ എന്താ പറയാ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ, ഇപ്പൊ കണ്ണടയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് കണ്ണടയൊക്കെ റിമൂവ് ചെയ്ത് വേണമെങ്കിൽ നടക്കാം. ആ രീതിയിലേക്കുള്ള പലതരത്തിലുള്ള ടെക്നോളജീസ് ഇന്ന് ഡെവലപ്ഡ് ആണ്. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റുകളിലൂടെ ഒരു 1 or 2 സിറ്റിംഗ്സിലൂടെ ഒക്കെ പെട്ടെന്ന് നമ്മുടെ കണ്ണിന്റെ പല പ്രശ്നങ്ങളും ഇത്തരം ട്രീറ്റ്മെന്റുകളിലൂടെ മാറ്റാനൊക്കെ പറ്റുന്നതുണ്ട്. അപ്പൊ അത് ഒരു എന്താ പറയാ ഒഫ്താൽമോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. ഏതാണ്? ലേസർ ട്രീറ്റ്മെന്റ്. ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ട് ഐക്ക് വന്ന എല്ലാ പ്രശ്നങ്ങളും ട്രീറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ മാത്രമല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലേസർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു ഇംപ്രൂവ് അവർ സൈറ്റ്, നമ്മുടെ കാഴ്ചയെ എന്താ പറയാ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ചില ആളുകൾക്കൊക്കെ എന്താ പറയാ പണ്ടൊക്കെ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നൊക്കെ മാത്രമേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാറ്ററാക്ട്, പിന്നെ തിമിരം, അങ്ങനത്തെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറെ വെറൈറ്റി തന്നെ, ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും ബാധിക്കുന്ന അസുഖങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അത്തരം ലേസർ ട്രീറ്റ്മെന്റ്സിലൂടെ അത് ഭേദമാക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഇന്ന് ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നതും അതെ. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രൊഫഷണൽ ആണ്, എക്സ്പേർട്സ് ആണ്. അതായത് നമ്മളുടെ എക്സാമിനിങ് ഓഫ് അവർ ഐ, നമ്മുടെ കണ്ണ് പരിശോധിക്കുക, കണ്ണിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ്, അബ്നോർമാലിറ്റീസ് ഇതൊക്കെ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. അതാണ് നമ്മുടെ ഒപ്റ്റോമെട്രിയിൽ വരാം. Optometry is a professional who examines the defects of our structure of our eye. നമ്മുടെ കണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അബ്നോർമാലിറ്റീസ്, കണ്ണിന്റെ പലതരത്തിലുള്ള അപാകതകൾ, പല രീതിയിലുള്ള അപാകതകളുണ്ട്. സ്ട്രക്ചറിൽ മാത്രമല്ല അല്ലാതെ ഉണ്ടാകുന്ന അപാകതകളൊക്കെ നന്നായി എക്സാമിൻ ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ, ഒരു ഗ്രൂപ്പ്, അതാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അടുത്തത് ഓർത്തോപ്സും ഉണ്ട്. ഓർത്തോപ്സ് എന്ന് പറയുന്നതും അതും എക്സ്പേർട്സ് ആണ്. ഓർത്തോപ്സ് എന്ന് പറയുന്നത് എന്താ പറയാ നമ്മുടെ കണ്ണിന്റെ ഡിഫക്റ്റുകളൊക്കെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് എന്താ പറയാ വിച്ച് വർക്ക്സ് ടുഗദർ, അതായത് 2 കണ്ണുകളും ഒരേപോലെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനോക്കുലർ വിഷൻ എന്ന് വിളിക്കും. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ എന്താ പറയാ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ രണ്ടും ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഒറ്റ ഇമേജ് ആയിട്ട് നമുക്ക് കാണാനുള്ള ആ ഒരു രീതി, അതിനെയാണ് ബൈനോക്കുലർ വിഷൻ. ആ ഒരു സൈറ്റ്, അതാണ് ബൈനോക്കുലർ വിഷൻ.
കുട്ടികളിലൊക്കെ ചില ഇത്തരം അബ്നോർമാലിറ്റീസ്, ഇത്തരം ബൈനോക്കുലർ വിഷന്റെ അപാകതകൾ ഒക്കെ കാണാറുണ്ട്. അത് കുട്ടികളിലാണ് കൂടുതലും കാണുക. കാരണം അവർ ഉപയോഗിക്കുന്ന ഡിവൈസസിന്റെ ഒക്കെ ഉപയോഗം കൊണ്ടാണ്. പിന്നെ ചെറുതിലെ തന്നെ കുട്ടികളെ ഈ ഒരു വസ്തു ഇങ്ങനെ നമ്മൾ നോക്കി, ചില കുട്ടികളൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞു വാവകളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കുട്ടികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാണിക്കുമ്പോൾ ചില എന്താ പറയാ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ അത്രയും അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നത് അവിടെ കണ്ണിന് അത് പ്രശ്നമാണ്. അവരെ കുറച്ച് ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ സാധനം കാണിക്കുക. അല്ലെങ്കിൽ ഇവരിങ്ങനെ കണ്ണ് രണ്ട് ഐബോൾസ് ഒക്കെ നടുക്ക് വരുന്ന രീതിയിലേക്ക് അങ്ങനെ തുറിച്ചൊക്കെ നോക്കും അല്ലെ. അപ്പൊ ആ നോട്ടത്തിലൊക്കെ വ്യതിയാനങ്ങൾ നമ്മൾ ചെറുതിലെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കുഞ്ഞു വാവകൾക്കൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ അതൊക്കെ ഈ ബൈനോക്കുലർ വിഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേ രീതിയിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന് ഒറ്റ ഇമേജ് കൊണ്ടുവരാൻ, ചിലപ്പോൾ ഡബിൾ ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ തോന്നാതിരിക്കാൻ അത്തരം രീതിയിലേക്ക് വേണ്ടി വരുന്ന ട്രീറ്റ്മെന്റ് ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അത് ഒരു കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. അത് സ്പെഷ്യലൈസ്ഡ് ആണ്. അതായത് കണ്ണിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ പേര് അങ്ങനെ മാറി മാറി വരുന്നു. ആദ്യത്തെ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിന്റെ ഡിഫക്റ്റ്, സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ്, ഐ പ്രോബ്ലംസ്, ഐ ഡിസോർഡേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ അബ്നോർമാലിറ്റീസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണെങ്കിൽ, ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത് ബൈനോക്കുലർ വിഷൻ എക്സ്പെർട്ടൈസ്ഡ് ആണ്. അതായത് അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വിഭാഗം. അതുകൊണ്ട് അതങ്ങനെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയി മാറി. ഇനി ഈ പറയുന്ന ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ്, ഗ്രീക്ക് വേർഡ് ആണ്. ഗ്രീക്ക് വേർഡിൽ നിന്നും ഉണ്ടാക്കിയതാണ്. രണ്ട് സെപ്പറേറ്റ് വേർഡ്സ് കമ്പൈൻ ചെയ്ത് ഒറ്റ വേർഡ് ആക്കി ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് സ്ട്രെയിറ്റ് എന്നാണ്. അതായത് നേരെയുള്ള വീക്ഷണം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈറ്റ് എന്നുള്ളതിന് ആ സ്ട്രെയിറ്റ് എന്ന വാക്ക് ഫോം ചെയ്യാൻ വേണ്ടി ഗ്രീക്ക് വേർഡ് എടുത്തേക്കുന്നതാണ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത്. അതിന്റെ ബാക്കി ഭാഗം ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന ഭാഗം വിച്ച് മീൻസ് റിലേറ്റിംഗ് ടു സൈറ്റ്, നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടത്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാഴ്ചയുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം വരുന്ന ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് വിച്ച് കോൺസെൻട്രേറ്റ് ഓൺ ബൈനോക്കുലർ വിഷൻ. ബൈനോക്കുലർ വിഷനിലേക്ക് അവർ ആ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അതാണ് ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ, ഒഫ്താൽമിക് ഇമേജിംഗ് ആണ്. ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നതും അതുപോലെ ഇവിടെ സ്പെഷ്യലിസ്റ്റുകൾ യൂസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് ദേ ക്രിയേറ്റ് detailed images ഇതിനു വേണ്ടിയിട്ട് to support or to diagnosis the treatment of range of eye problems അല്ലെങ്കിൽ ഐ കണ്ടീഷൻസ്. നമ്മുടെ കണ്ണുകളുടെ ചില പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി അത്തരം ഐ പ്രോബ്ലംസിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് എന്തെങ്കിലും എക്യുപ്മെന്റ് ഉപയോഗിച്ച്, എന്തെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഒപ്താൽമിക് ഇമേജിംഗ് നടത്തി ഐ പ്രോബ്ലംസ് എന്താണെന്നൊക്കെ കണ്ടെത്തി അതിന് പ്രത്യേക എക്യുപ്മെന്റ് ഉണ്ട് അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ എക്യുപ്മെന്റ് ഉപയോഗിച്ച് കണ്ടെത്തുന്ന ഒരു വിഭാഗം. ഐ പ്രോബ്ലംസിന്റെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇമേജിംഗ് നടത്തുക. അപ്പൊ ആ ഇമേജിങ്ങിലൂടെ ഇവരത് കണ്ടെത്തുന്നു, എന്താണ് പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു വിഭാഗം. അപ്പൊ ഇത് ഈ ഒരു ഇവര് കൊടുക്കുന്ന സർവീസസ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സബായിട്ട് ഈ 5 എന്താ പറയാ ഹെഡ്സിൽ കൊടുത്തിരിക്കുന്നത്. ജനറൽ ആയിട്ട് വരുന്ന ഐ പ്രോബ്ലംസ് അതിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ലേസർ ട്രീറ്റ്മെന്റ്സിന് വേണ്ടി മാത്രം അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അത് ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഐ സ്ട്രക്ചർ, ഐന്റെ സ്ട്രക്ചർ, ഘടനയിലുള്ള വ്യത്യാസം, അബ്നോർമാലിറ്റീസ് അതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പേർട്സ് ആണ് അവിടെ, സ്പെഷ്യലിസ്റ്റുകളാണ്. ഓർത്തോപിസ്റ്റ് എന്ന് പറയുമ്പോൾ ബൈനോക്കുലർ വിഷനെ എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. ഓഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത് അവർ ഇമേജസിലൂടെ, അതായത് ഒരു പ്രത്യേക എക്യുപ്മെന്റ് ഒക്കെ ഉപയോഗിച്ച്, ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അവര് എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് എടുത്ത് കണ്ണിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ ഒഫ്താൽമോളജിയിൽ തന്നെ ഇത്രയും സർവീസസ് അവൈലബിൾ ആണ്. ഗോട്ട് ഇറ്റ്? എന്താണ്, ഏതൊക്കെയാണ് ഒഫ്താൽമോളജിയിൽ വരുന്ന സർവീസസ് എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. എത്ര സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞാൽ 5 എണ്ണമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഐ പ്രോബ്ലംസ് എല്ലാം കുട്ടികളിലും അഡൽട്സിലും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിനും, കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസിനും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ എങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ട്രീറ്റ്മെന്റുകൾക്കനുസരിച്ച് അത് ഓരോ ഹെഡിൽ അങ്ങനെ വന്നിരിക്കുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഒഫ്താൽമോളജി കഴിഞ്ഞാൽ അടുത്തത് ഏതാ? ഓർത്തോ
Pedics. ഒരു മിനിറ്റ്. ഓക്കെ. യെസ്. അപ്പൊ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പോകാം. ഏതാണിത്? ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് ഓർത്തോപെഡിക്സ്? എന്താണ് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്? The problems which is related, which affect our musculoskeletal system. അല്ലെ, നമ്മുടെ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. വാട്ട് യു മീൻ ബൈ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുക? ഓൾറെഡി അവിടെ തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ ബോൺസ്, നമ്മുടെ മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ മുട്ടില്ലേ, നീ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, അങ്ങനെ പിന്നെ ഹിപ്പ് റീപ്ലേസ്മെന്റ്. അതായത് നമ്മളുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മസിൽ സിസ്റ്റത്തിൽ ജോയിന്റ്, മസിൽസ്, സ്കെലിറ്റൻ, അതായത് ബോൺസ്, ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളെയൊക്കെ ബാധിക്കുന്ന പലതരത്തിലുള്ള പ്രോബ്ലംസിനുമുള്ള സൊല്യൂഷൻസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഓർത്തോപെഡിക്സ് എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് എന്താ പറയാ, നമ്മളുടെ എല്ലുകൾക്ക് അല്ലെങ്കിൽ എല്ലുകൾക്കുണ്ടാകുന്ന ബലക്കുറവ്, ക്ഷതം, അല്ലെ, പിന്നെ നമ്മൾ ആക്സിഡന്റ് ഒക്കെ പറ്റി മറിഞ്ഞു വീണോ ഒക്കെ ഒടിയല്, എല്ലിന് പൊട്ടല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഹിപ്പ് റീപ്ലേസ്മെന്റ് വരെ ഇന്ന് നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇടുപ്പിലുണ്ടാകുന്ന ചില വീഴ്ചയിലൊക്കെ കിട്ടുന്ന ചില ക്ഷതങ്ങൾ ചിലപ്പോൾ അത് മാറ്റാൻ പറ്റില്ലെങ്കിൽ റീപ്ലേസ്മെന്റ് പ്രൊസീജിയേഴ്സ് പോലും നടക്കുന്നുണ്ട്. നീ ക്യാപ്പ്, എന്താ അത്, മുട്ടിന്റെ ചിരട്ടാന്നൊക്കെ നമ്മൾ പറയാറല്ലേ, അതിനുണ്ടാകുന്ന പ്രോബ്ലംസ്. അപ്പൊ അത് റിമൂവ് ചെയ്ത് മാറ്റിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. Okay, outpatient services also is included, such as fractures and dislocated joints. അത് ഈ ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്യും. ചില ആളുകളിൽ അത് അങ്ങനെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ജോയിന്റ് ഇങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് ആ സ്ഥാനം മാറി തെന്നി മാറും. വലിയ പ്രശ്നമില്ല, അത് വീണ്ടും അവർക്കത് പിടിച്ചിടാം, ആ രീതിയിലേക്ക് എന്താ പറയാ ഫോമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ചില കുട്ടികളിലും ഉണ്ടാകാറുണ്ട് ഇത്, ഒരു ഏജ് വരെയൊക്കെ. ആ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ വരില്ല. എവിടെയെങ്കിലും ഒന്ന് പതുക്കെ തട്ടോ മുട്ടോ ഒന്ന് ബാക്കോട്ടൊക്കെ കൈയൊക്കെ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം. ആ ജോയിന്റിൽ നിന്നും ലൊക്കേഷൻ മാറി നീങ്ങിപ്പോകും, തെന്നിപ്പോകും. അത് പിടിച്ചിടാൻ അതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഡോക്ടേഴ്സ്, അവരത് ചെയ്തിടും. വലിയ പ്രശ്നമില്ല. അത് പൊട്ടലോ ഇതൊന്നുമല്ല, ഡിസ്ലൊക്കേഷൻ വരുന്നു എന്ന് മാത്രമേ ഒന്നുള്ളൂ. ഇതുമൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നടക്കുക. എല്ലുകൾക്ക്, മസിൽസിന്, ജോയിന്റ്സിന്, ടെൻഡൻസ്, ഈ ചലന ഞരമ്പ് അല്ലെങ്കിൽ ദശനാര് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഉണ്ടാകുന്ന ഈ പറയുന്ന പ്രോബ്ലംസ്. പിന്നെ എന്താ പറയാ, ലിഗ്മെന്റ് പ്രോബ്ലം. ലിഗ്മെന്റ് അറിയാലോ, സ്പോർട്സിലൊക്കെ കൂടുതൽ കളിക്കാർക്കൊക്കെയാണ് ലിഗ്മെന്റ് പ്രോബ്ലം ഒക്കെ കൂടുതൽ വരിക. കാരണം അവര് എപ്പോഴും ഓടവും ചാടവും കളിക്കുകയും വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അത്തരം ആളുകൾക്കൊക്കെ ഈ പറയുന്ന വിഭാഗത്തിലാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഉള്ളത്. ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സിമ്പിൾ ആണ്, ഇതിനകത്ത് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, ഇതെന്താണ് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബോൺസ്, സ്പെല്ലിംഗ് തെറ്റിയെന്ന് തോന്നുന്നു, ബോണസ് എന്നാണ് അവിടെ ഇരിക്കണേ, BONES എന്നാണ്. ഒന്ന് തിരുത്തി എഴുതണേ. ബോണസ് എന്നങ്ങാണ്ട് നോട്ടിൽ, അതെ ബോണസ് എന്നാണ് കിടക്കുന്നത്, അതൊന്ന് തിരുത്തണം. ബോണസ് അല്ല, ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗ്മെന്റ്. പിന്നെ ലിഗ്മെന്റ് ഓർ ടെൻഡൻസ് രണ്ടും ഒന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ ടെൻഡൻ തന്നെ, ചലന ഞരമ്പ് അല്ലെങ്കിൽ ദശനാര് എന്നൊക്കെ പറയും. ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഇതൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ. ഔട്ട് പേഷ്യന്റ് സർവീസസിനകത്ത് വരുന്നത് നമ്മുടെ ഫ്രാക്ചേഴ്സ്, ഈ ഒടിയല്, കൈ ഒടിയലോ കാലൊടിയലോ ഒക്കെ ഉണ്ടാകുമല്ലോ. പിന്നെ ഡിസ്ലൊക്കേഷൻ, ജോയിന്റുകളൊക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഈ ഒരു വിഭാഗത്തിലാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജനറൽ ആയിട്ട് അവർ ഏതൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത്രയും അറിഞ്ഞിരിക്കണം. എന്തുമായി കണക്ട് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ആണ്, വാട്ട് ഓൾ സർവീസസ് അല്ലെങ്കിൽ വാട്ട് ഓൾ ഏരിയാസ് ആർ കവേർഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അറിയണം. നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളെ അവർ കവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൽകപ്പെടുന്ന സർവീസസ്, സേവനങ്ങൾ, ആ ഡിപ്പാർട്ട്മെന്റ് എന്തിനോട് റിലേറ്റഡ് ആണ്,
കണക്റ്റഡ് ആണ്. ഇപ്പൊ ഇത് പറഞ്ഞല്ലോ, മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം ആണ് അതിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ആണെന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുണ്ട്. അതുകൂടി അറിഞ്ഞിരിക്കാം. വാട്ട് ഓൾ സർവീസസ് ആണ്. ഓങ്കോളജി നമ്മൾ പറഞ്ഞു, ഓങ്കോളജി കവർ ചെയ്യുന്ന ഏരിയാസ് നമ്മൾ പറഞ്ഞു. അതേപോലെ ഓരോന്നിനും പർട്ടിക്കുലർ ആയിട്ട് ഒരു ഏരിയ ഉണ്ട്, അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ചാടി ചാടി പറ. യെസ് എന്ന് പറയാ മുട്ടേത്തം. ഓക്കെ, നോട്ട് ചെറുതായി പോണതാ. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് കിടക്കാം. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഓർത്തോപെഡിക്സ് പറഞ്ഞു. നേരത്തെ പറഞ്ഞത് ഒഫ്താൽമോളജി ആണ്. ഒഫ്താൽമോളജി കഴിഞ്ഞിട്ട് ഓർത്തോപെഡിക്സ് ആണ് കഴിഞ്ഞ്. നെക്സ്റ്റ് വൺ പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി. മ്യൂട്ട് ചെയ്യണേ. പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ പീഡിയാട്രിക്സ് ആസ് യു നോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കുറച്ച് എല്ലാവരും പിള്ളേരെയൊക്കെ കൊണ്ടുപോകുന്നതാണ്. കുട്ടികളാവുമ്പോൾ തുടങ്ങി ജനിക്കുമ്പോൾ തുടങ്ങി പിന്നീട് അങ്ങോട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുറച്ച് നാൾ വരെ, അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറയാ, ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് കോംപ്രിഹെൻസീവ് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഓൾസോ ഇൻ പേഷ്യന്റ് സർവീസ് ഫോർ സിക്ക് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ. കൊച്ചു കുട്ടികൾക്ക്, അതായത് കുട്ടികൾക്കും ശിശുക്കൾക്കും. ഇൻഫന്റ് എന്ന് പറയുമ്പോൾ ശിശുവാണ്. കുട്ടികൾക്കും വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റുകൾ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഇൻ പേഷ്യന്റ് കെയറിംഗ് രീതിയിലും രണ്ട് രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ഇൻഫന്റ് എന്ന് പറയുമ്പോൾ 2 വയസ്സ് അതിൽ താഴേക്കുള്ളതാണ്. ഇൻഫന്റ് ജനിച്ചത് മുതൽ ഒരു 2 വയസ്സ് വരെയൊക്കെയുള്ള ഒരു പ്രായം, അല്ലെ? അതിനബവ് വി വിൽ കോൾ ദം ആസ് ചിൽഡ്രൻ. അത് കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെന്നാണ് വിളിക്കുക. അതിനടിയിൽ ശിശുക്കളാണ്. അപ്പൊ ഈ 2 കൂട്ടർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുക. അത് ഇൻപേഷ്യന്റ് സർവീസ് ഓൾസോ അവൈലബിൾ, ഔട്ട് പേഷ്യന്റ് സർവീസസും അവൈലബിൾ ആണ്. ഇനി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഈ പീഡിയാട്രിക്സിൽ വരുന്ന ഒരു സബ് സ്പെഷ്യാലിറ്റി ഉണ്ട്. നിയോനാറ്റോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിയോനാറ്റോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ള കാര്യം അറിയുക. വിച്ച് പ്രൊവൈഡ്, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ന്യൂ ബോൺ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. എസ്പെഷ്യലി ഫോർ പ്രീ മെച്യൂർ ബേബീസ്. അതായത് ന്യൂ ബോൺ ആയിട്ടുള്ള പുതിയതായിട്ട് ജനിച്ച കുട്ടികൾക്ക് മാത്രമല്ല, കുറച്ചും കൂടിയും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മെച്യൂർ ബേബീസിന് ആണ് ഇവിടെ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത്. ഏത് നിയോനാറ്റോളജിയിൽ കൊടുക്കുന്ന കെയറിങ് ന്യൂ ബോൺ ബേബീസ്. അത് മാത്രമല്ല പ്രീമെച്യൂർ ആയിട്ട്, എന്താ പ്രീമെച്യൂർ എന്ന് പറയുമ്പോൾ മാസം തികയാതെയൊക്കെ പ്രസവിക്കുന്ന കുട്ടികളിൽ നമുക്കറിയാം അവർക്ക് ഇത്ര മാസം നമ്മൾ ഇവിടെ നമ്മുടെ ഇതിനകത്ത് കിടക്കണമെന്നുണ്ട്, അല്ലെ? അതിനകത്ത് നിന്ന് അവര് നേരത്തെ തന്നെ പോരുക പുറത്തേക്ക്. അപ്പൊ 9 മാസം എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്യൂറേഷൻ കവർ ചെയ്യുന്നതിന് മുമ്പ് ചിലരൊക്കെ 6 or 7 മാസത്തിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ചിലപ്പോൾ അവർക്ക് കുട്ടിയെ പുറത്തെടുക്കേണ്ടി വരാം. ഏതെങ്കിലും രീതിയിൽ അമ്മയ്ക്കും കുട്ടിക്കോ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നേരത്തെ കുട്ടിയെ പുറത്തേക്ക് എടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ ജനിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ പറയാ, ചിലപ്പോൾ ചില കൂടുതൽ കെയറിംഗ് ഒക്കെ ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള സബ് സ്പെഷ്യാലിറ്റി ആണ് ഇതിന്റെ പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദർ ഈസ് ആൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് തന്നെയുണ്ട്. നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് അതിന്റെ പേര്. NICU, നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഹലോ, NICU അല്ലേ മാം? അത് NICU കണ്ടില്ലേ? ഓക്കെ, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ്. അപ്പൊ ഇവിടെ എന്താ പറയാ, ഇത് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ചില എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ. സ്പെഷ്യലി ഇത്തരം പ്രീമെച്യൂർ ബേബീസിനെയൊക്കെ കൂടുതൽ ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇന്ന് ഹോസ്പിറ്റൽസിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഇനി ഈ പറയുന്ന എന്താ പറയാ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ, അതായത് നമ്മുടെ നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന കുട്ടികൾക്ക് ദേ ഷുഡ് ബി ഗിവൺ സ്പെഷ്യൽ കെയർ. അവർക്ക് സ്പെഷ്യൽ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ദേ മേ ബി ഓഫ് ലോ ബർത്ത് വെയിറ്റ്, അല്ലെ? അവര് ജനിച്ചപ്പോ തന്നെ അവരുടെ വെയിറ്റ് വളരെ കുറവായതുകൊണ്ടാകാം. പിന്നെ എന്താ പറയാ, ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, അവർ എടുത്തു പറയുന്ന വാക്കുകളാണത്. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ
ചില കുട്ടികൾ ആ ഒരു എന്താ പറയാ ഓരോ മന്ത് ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ഗ്രോത്തും ഇംപ്രൂവ് ചെയ്യണം. ആ ഒരു റേഷ്യോ ഉണ്ട് അല്ലെ, വളർച്ചയുടെ ആ ഒരു അനുപാതം അല്ലെ, എന്താ പറയാ റേഷ്യോ, അംശബന്ധം. അത് കൂടുമ്പോ എന്താ പറയാ മാസങ്ങൾക്കനുസരിച്ച് തന്നെ ആ വളർച്ചയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഗ്രോ ചെയ്യണം അല്ലെ. പക്ഷെ ചില കുട്ടികളിൽ അത് ഉണ്ടാകില്ല. അപ്പൊ അത്തരം കുട്ടികൾക്കും ഈ പറയുന്ന കെയറിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും ഇവിടെയാണ് കൊടുക്കുക. ഈ ജന്മന തന്നെ പല രീതിയിലുള്ള അപാകതകൾ കൊണ്ട് ജനിക്കുന്ന കുട്ടികളുണ്ടാകാം. അപ്പൊ അത്തരം ആളുകൾക്കും അത്തരം കുട്ടികൾക്കും എന്തുണ്ട്, കുറച്ചുകൂടി കെയർ ആവശ്യമുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന നിയോനാറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ? വേർഡ്സ് ഒക്കെ ക്ലിയർ ആയോ? അവിടെ കിടന്ന വേർഡൊക്കെ പ്രീ മെച്യൂർ, എന്താ പറയാ മെച്യൂർഡ് ആകുന്നതിന് മുമ്പ് പ്രസവിക്കേണ്ടി വരിക, കുഞ്ഞു പുറത്തേക്ക് വരിക, അതാണ് പ്രീ മെച്യൂർ ബേബീസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ, അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി ദ വെയിറ്റ് ഓഫ് ദ ചൈൽഡ്, നമ്മുടെ അകത്ത് കിടക്കുമ്പോൾ തന്നെ കുട്ടിയുടെ വെയിറ്റ് വളരെയധികം എന്താ പറയാ അഡക്വേറ്റ് അല്ലാതിരിക്കുക, ഇനഫ് ആയിട്ടുള്ള വെയിറ്റ് ഇല്ലാതിരിക്കുക, അതാണ് ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ബർത്ത് ഡിഫക്ട്സ് എന്ന് പറയുമ്പോൾ ജന്മന ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മന തന്നെ കിട്ടുന്ന ചില അസുഖങ്ങളാണ്. ഇനി സർജറി ഓൾസോ ഈസ് പ്രൊവൈഡഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. പീഡിയാട്രിക് സർജറിയും ഈ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്. അതായത് 1 to ഏകദേശം 15 years വരെയുള്ള കുട്ടികൾ. എന്താണ് പ്രിമച്യൂർ? സമയം ആകാതെ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ, പ്രീമച്യൂർ ബേബീസ്. സമയമുണ്ടല്ലോ ഓരോന്നിനും, 9 months 9 days അങ്ങനെ അങ്ങനെയൊക്കെ പറയുമല്ലോ. അതിന് മുമ്പേ തന്നെ ഒരു 6 months 7 months ഒക്കെ ജനിക്കുന്ന കുട്ടികൾ, അതാണ് പ്രീമച്യൂർ ബേബീസ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഈ പറയുന്ന പോലെ സർജറി കണ്ടീഷൻസ് അപ് ടു 15 years വരെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വരുന്ന ചില സർജറീസ് ഒക്കെ ഉണ്ടല്ലോ, അതും ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ മാം. യെസ്. ഓക്കെ. സോ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാണ്. അടുത്തത് ഏതാത്? സൈക്യാട്രി അല്ലെ? സൈക്യാട്രി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. മ്യൂട്ട് ചെയ്യണേ, ആരും അൺമ്യൂട്ട് ചെയ്യരുത്. ഓക്കെ. സൈക്യാട്രി ആണ്. ഇറ്റ്സ് അനദർ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് the diagnosis, treatment, prevention, investigation of our behavioral, emotional, cognitive functions or cognitive disturbances. നമ്മൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് ആയിട്ടുണ്ടാകുന്ന വൈകല്യങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറൽസിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങള്, നമ്മുടെ വിജ്ഞാനപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങള്, ഇത്തരം ഡിസ്റ്റർബൻസുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡയഗ്നോസിസ് നടത്തി ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇനി അത് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ സൈക്യാട്രി എന്ന് വിളിക്കുക. അതായത് നമ്മൾക്ക് ഇമോഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഇമോഷണലാകും അല്ലെ, ഭയങ്കരമായിട്ട് എന്തും അധികമായിട്ട്. നോർമൽ സ്റ്റേജിലെല്ലാം വേണമല്ല, നമ്മുടെ ശരീരത്തില് അകത്ത് ചില കാര്യങ്ങളൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് ആവശ്യത്തിന് മിനറൽസ്, പ്രോട്ടീൻസ്, ഫാറ്റ്, കൊളസ്ട്രോള്, തൈറോയ്ഡ് ഒക്കെ ആവശ്യത്തിന് എല്ലാം ഇനഫ് ആയിട്ട് വേണം, ആവശ്യത്തിന് വേണം. പക്ഷെ മോർ ദാൻ അതിനേക്കാൾ കൂടുതലായാലോ അത് ചില പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ചില ഫീലിങ്സുകൾ, ഇമോഷൻസും, അതൊക്കെ ആവറേജിലി നമുക്ക് എന്ത് ചെയ്യാം, അതിനെയൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ അത് കുറച്ച് കൂടുതൽ ഓയോ എന്ന് നമുക്ക് ചില ആളുകളുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തോന്നും അല്ലെ. അപ്പൊ അത്തരം അബ്നോർമാലിറ്റീസ് എന്ന് തന്നെ പറയാം. നോർമൽ അല്ലാതിനേക്കാൾ കൂടുതൽ ആകുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇമോഷൻസിലായിക്കോട്ടെ, നമ്മുടെ ബിഹേവിയേഴ്സിലായിക്കോട്ടെ, നോർമലിൽ നിന്നും വ്യതിചലിച്ച് അധികമായിട്ട് ചില ആളുകൾ എന്തെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, പിന്നെ വിജ്ഞാനപരമായിട്ട് ബുദ്ധിപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഒരു കോമൺ സെൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനേക്കാൾ കൂടുതൽ എന്താ പറയാ ആവശ്യത്തിനുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പ്രവർത്തിക്കാം. എന്നാൽ അതിലേക്ക് എത്താൻ പറ്റാതെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഓവർ ആക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെയാണ് ചില ആളുകളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുക. അപ്പൊ അത്തരം ആളുകൾക്ക് ചിലപ്പോൾ നമ്മളതൊന്ന് എന്താ പറയാ നോട്ട് ചെയ്യും അല്ലെ, എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണെങ്കിൽ ആൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ സൈക്യാട്രിയിൽ നടക്കുക. അപ്പൊ ഇപ്പൊ നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള പറച്ചിൽ അല്ലെങ്കിൽ പ്രവർത്തികളൊക്കെ ഉണ്ട്. അത്
നമുക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ആക്റ്റീവായിട്ട് ഒരു കാര്യം എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ചെയ്യാം. പക്ഷെ അത് റിയാക്ട് ചെയ്യുന്ന രീതിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അബ്നോർമൽ ആയിട്ട് ആരെങ്കിലും റിയാക്ട് ചെയ്താൽ നമുക്ക് പറയാം എന്താ കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്താ പറയാ, ഇപ്പൊ ഒരു രോഗിയെ കൊണ്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നിരിക്കുന്നു, ഇത്തരം അബ്നോർമൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ടാണ്, മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ചെന്നിരിക്കുന്നു. നോക്കുമ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ നോക്കുമ്പോൾ ആൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബൈ ദെയർ ആക്ഷൻ നമുക്ക് അവരുടെ പ്രവർത്തികളിലൂടെ എന്തോ കുഴപ്പമുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് അല്ലെ. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഡോക്ടറുടെ മുഖത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ രോഗിയെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടറുടെ മുഖത്ത് ഈച്ച വന്നിരിക്കുമ്പോ ടപ്പേ എന്നൊരു അടി കൊടുത്തു അല്ലെ. നല്ല ഫോഴ്സിലാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഇതാണ് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ. അപ്പൊ നമുക്കറിയാം അത് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ വേറെ ഏതൊക്കെയോ മാർഗമുണ്ട്. എന്നാൽ ഡോക്ടർ പറയുന്നത് ഡോക്ടർ മുഖത്ത് ഈച്ച വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് പകരം ആള് അതങ്ങോട്ട് ഭയങ്കരമായിട്ട് ആ ഈച്ചയോടുള്ള അല്ലെങ്കിൽ ഈച്ചയെ കൊല്ലണം എന്നുള്ള രീതിയിൽ ആളുടെ മുഖത്തേക്കാണ് അടിക്കുക. അപ്പൊ റിയാക്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തതയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യും. ഈ ആളെ കുറിച്ചൊന്ന് നോട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യതിയാനങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇനി ഇതെന്താണ്, ഇവിടെ ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ പ്രോബ്ലംസ് ഓഫ് ദ പേഷ്യൻസ്. നേരിട്ട് ചെന്ന് ചികിത്സ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇവർ ഭയങ്കര ഇത്തരം വൈകല്യങ്ങൾ പല രീതിയിലായിരിക്കും കാണിക്കുക. ദർ വിൽ ബി നോ, എല്ലാവരും സിമിലാരിറ്റീസ് ഉണ്ടാവില്ല ഇവർ തമ്മിൽ. ഇത്തരം ആളുകളെ നമ്മൾ രണ്ടുപേരെ ഇങ്ങനെയുള്ളവരെ വെച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരും നമ്മൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ സിമിലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതൊരു ഭയങ്കര എന്താ പറയാ ഒരു പ്രോബ്ലമാറ്റിക് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരെ കുറിച്ച് പഠിക്കണം, അതിന്റെ ആ രോഗത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കണം, അതിനെക്കുറിച്ച് പഠിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് കൂടി അവരെടുക്കേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ സൈക്യാട്രിയിൽ വരുന്നുണ്ട്. അപ്പൊ മെന്റൽ ഇൽനെസ്, മെന്റൽ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ സൈക്യാട്രി. ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് സം സർവീസസ് ലൈക്ക്, മാത്രമല്ല ഇവര് അവിടെ കൊടുക്കുന്ന ചില സേവനങ്ങളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിൽ നിന്ന് വ്യത്യസ്ത കുറച്ച് എക്സ്ട്രാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസസും കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇങ്ങനെയുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരെ നോക്കി പരിശോധിച്ചു മരുന്ന് കൊടുത്തു വിടുന്നു, ഇനി വരാതിരിക്കാനുള്ള മരുന്നും കൊടുത്തു വിടുന്നു, അങ്ങനെയല്ല. അത് മാത്രമല്ല, സം അഡ്വാൻസ്ഡ് സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചില അഡ്വാൻസ്ഡ് സർവീസസും ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അങ്ങനെയാണ്. ചില ഒരു കാര്യം വരുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് അതിന്റെ അടുത്തത് എന്ത് എന്ന് ചിന്തിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും അതിന് വരാതിരിക്കാനും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തില് എന്താ പറയാ മാറ്റാനും ഒക്കെ നമുക്ക് സ്വീകരിക്കാവുന്ന ചില നടപടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഓരോ കാര്യങ്ങളായിട്ട് അവർ സർവീസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിലൊന്നാണ് പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. ഇത്തരം ആളുകൾക്ക് ഒരു സൈക്കോ സോഷ്യൽ, ഒരു മെന്റലി ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആദ്യം തന്നെ അവർ നടത്തും. ഓക്കെ, പിന്നെന്താ, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിങ്, ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്. ഇത്തരം മെന്റൽ പ്രശ്നങ്ങളെ അവര് നോക്കി മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ അത് ക്യൂർ ചെയ്യാനായിട്ട് നോക്കുന്നു. രണ്ടാമത്തെ സർവീസ്. പിന്നെന്താ, കണ്ടക്ടിങ് IQ ടെസ്റ്റ്. IQ ടെസ്റ്റുകൾ നടത്തുന്നു. അതായത് ഇവർക്ക് മരുന്നുകളൊക്കെ കൊടുക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും ഇൻ ബിറ്റ്വീനിലും എന്ത് ചെയ്യും, ഇവരുടെ IQ ടെസ്റ്റുകളൊക്കെ നടത്തും. IQ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ക്വോഷ്യന്റ് ടെസ്റ്റ് ആണ്. എന്ന് പറയുമ്പോൾ ഓരോ ആളുകളും ഓരോ പ്രത്യേക ആക്ടിവിറ്റി കാണുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കണമല്ലോ. നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ നമ്മളുടേതായ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട, എല്ലാത്തിനും ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ സെൻസ് കൊണ്ട് എടുത്ത് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ചില ആക്ടിവിറ്റീസ് കാണിക്കും. അപ്പൊ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡോക്ടേഴ്സ് അത്തരം ടെസ്റ്റുകളൊക്കെ നടത്തും. അപ്പൊ ദേ കൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അവർക്ക് അതിലൂടെ ആ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നതിനോടും അതിൽ നിന്ന് അവരുടെ റിയാക്ഷൻസ് കാണുമ്പോഴും ദേ കൻ അണ്ടർസ്റ്റാൻഡ് വെദർ അവർ മെന്റലി ഓക്കെ ആയോ, അല്ലെങ്കിൽ പ്രോബ്ലംസ് കുറച്ചും കൂടി ഊർജിച്ചോ, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തും. IQ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ദെൻ എന്താ പറയാ, ഇനിയും കൊടുക്കുന്ന മറ്റൊരു സർവീസ് ആണ് ഡി അഡിക്ഷൻ സർവീസസ്. എന്താ ഡി അഡിക്ഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ, ഇത്തരം ഈ മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഇത്തരം ബിഹേവിയറൽ പാറ്റേണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മേ ബി സം കോസ് ഓഫ് അഡിക്ഷൻസ്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ചില മറ്റെന്തെങ്കിലും അഡിക്ഷൻസിൽ നിന്നും വന്നതാകാം. എല്ലാം അഡിക്ഷൻസിൽ നിന്ന് വന്നതാണെന്നല്ല, ചിലതൊക്കെ ചില അഡിക്ഷൻസിൽ നിന്ന് വന്നതാകാം. സോ അവരെയൊക്കെ ഡി അഡിക്റ്റ് ചെയ്യണം അല്ലെ, ഇവര് അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരണം. അത്തരം അഡിക്ഷനിൽ പെട്ടുപോയ അതിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരണം. ആ അഡിക്ഷനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഡി അഡിക്ഷൻ സർവീസസ് ആണ്. ഉദാഹരണം, ചില ആളുകൾ
കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഇപ്പൊ നോക്കിയാലും പുകവലിക്കുക അല്ലെങ്കിൽ മദ്യം കഴിക്കുക, ലിക്കർ യൂസ് ചെയ്യുന്ന ആളുകള്, എന്താ പറയാ, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പെട്ടുപോകുന്ന മറ്റൊരു കാര്യമാണ്, ഒരു അഡിക്ഷൻ ആണ് നമ്മുടെ മൊബൈൽ അഡിക്ഷൻ അല്ലെ. മൊബൈലിലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ചില കുട്ടികളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, പല ആളുകളും ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗെയിം ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള് അവര് എന്താ പറയാ അതിൽ നിന്നും കൈയൊക്കെ എടുത്താലും അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് പോലും ഇതിൻ്റെതായ ചില ഇനാക്ഷൻസ് കാണിക്കുന്നത് അല്ലെ, ഇങ്ങനെയുള്ള ചില ആക്ഷൻസ് കാണിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാം അതിന്റെ തന്നെയാണോ എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, എനിക്കറിയില്ല, അത് നമുക്കറിയില്ല. എങ്കിലും നമ്മളത് അങ്ങനെ കാണുന്നുണ്ട്. കാരണം അവർ കാണിക്കുന്ന ആ ഒരു എന്താ പറയാ ആക്ഷൻസ് കാണുമ്പോൾ അവരത് യൂസ് ചെയ്യുന്നതിന്റെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മൊബൈലിൽ കളിക്കുന്ന പിള്ളേരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസും. ഇത് ഈ വെടിവെപ്പും അല്ലെങ്കിൽ അങ്ങനത്തെ ആണല്ലോ ഇവര് ഇത് കളിക്കായിരുന്നേ. അപ്പൊ ഉണ്ടാകുന്ന അവരുടെ മുഖത്തെ എക്സ്പ്രഷൻസും റിയാക്ഷൻസും ഒക്കെ നമ്മൾ അവരെ വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ അതിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ചില സിംറ്റംസ് ഇതുപോലെ കാണിക്കും. അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടെത്തി അതൊക്കെ അതിൽ നിന്ന് കുട്ടികളെ ആണെങ്കിലും പിന്തിരിപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് പിന്നീടായിരിക്കും ഉണ്ടാകുക. ഇപ്പൊ നമുക്ക് പ്രസന്റ് ചിലപ്പോൾ തോന്നില്ല. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കുട്ടികൾക്ക് പുസ്തകം വായിക്കണ്ട, പുസ്തകത്തിൽ എന്തുണ്ട് അത് വായിക്കണ്ട. ഈ മൊബൈൽ എത്ര നേരം വേണമെങ്കിലും യൂസ് ചെയ്യാൻ അവർക്ക് കുഴപ്പമില്ല. 1 മണിക്കൂർ ഒന്ന് പുസ്തകങ്ങളിൽ കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അവർക്ക് അതിനകത്ത് അക്ഷരങ്ങൾ കണ്ണിൽ പതിയുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനകത്തേക്ക് വായിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താ, ഇതിനകത്ത് തന്നെ ഈ വീഡിയോസിൽ തന്നെ ഇവര് കോൺസെൻട്രേറ്റ് ചെയ്തു പോയി. ഓക്കെ, അപ്പൊ അവരുടെ കണ്ണുകൾ ഇങ്ങനെ പരതി നടക്കാണ്. എവിടെയാ കൊല്ലാൻ പറ്റിയ തീഫ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്ന ആ കണ്ണുകളാണ് അവർക്കുള്ളത്. അപ്പൊ അവർക്ക് ഒരെണ്ണത്തിലല്ല കോൺസെൻട്രേഷൻ. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ വേർഡ്സിലേക്കും അക്ഷരങ്ങളിലേക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ ഒരു കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടില്ല. അപ്പൊ പഠനത്തിൽ എന്ത് ചെയ്യും, താഴേക്ക് പോകും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു സിംറ്റം ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ പണ്ട് നേരത്തെ ഉള്ള ആളുകളൊക്കെ ചില കാര്യങ്ങൾക്ക് ഇതുപോലെ അഡിക്റ്റഡ് ആകുന്നത് ഫലമായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന മെന്റൽ ഡിസോർഡേഴ്സ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുക, മറ്റേതെങ്കിലും തരത്തിലുള്ള അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കുറച്ച് നാളുകൾ, നമ്മളിപ്പോ ഒരു ദിവസം ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിച്ച് ആ ഒരു സമയത്ത് നമ്മൾ വേറൊരു കാര്യം ചെയ്തു നോക്കിയേ, അത് ഒരു ദിവസം ചെയ്യുന്നു, 2 ആകുന്നു, 2 4 ദിവസം ആകുന്നു, 4 8 ദിവസം ആകുന്നു, 8 16 ദിവസം ആകുമ്പോൾ വി വിൽ ബി യൂസ്ഡ് ടു, നമ്മുടെ ഹാബിച്വൽ ഒരു ഇതിലേക്ക് നമുക്ക് ആ ഒരു കാര്യത്തെ കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട്. അതേ ടൈമിൽ അത് കൃത്യമായി ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റും. ആ ഒരു സമയം അതിൽ നിന്നും വഴുതി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും. അപ്പൊ അതുപോലെയുള്ള ചില ആക്ടിവിറ്റീസ് ചെയ്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സർവീസസ് നൽകുന്ന ഒരു പ്രത്യേക ഇടം, അതിനുവേണ്ടി അങ്ങനെയുള്ള ആളുകളെയൊക്കെ മാറ്റി അത്തരം ഡി അഡിക്ഷൻ സർവീസസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ സേവനമാണ് നമ്മളുടെ ഈ പറയുന്ന സൈക്യാട്രി വിഭാഗം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഇതും കൂടി ഉണ്ട്. സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ്, ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ് ആൻഡ് ഡിസോർഡേഴ്സ്, പിന്നെ IQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു, പിന്നെ നമ്മളുടെ ഡി അഡിക്ഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ക്ലിയർ മാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോവുകയാണേ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. അടുത്ത ഡിപ്പാർട്ട്മെന്റ് പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, കോഗ്നേറ്റീവ് മീനിങ് വൈജ്ഞാനിക ബുദ്ധി. നമ്മുടെ ബുദ്ധിയില്ലേ ഒരു നമ്മുടെ അറിവ്, നമ്മള് ഓരോ വർഷം ചെല്ലുന്തോറും കുട്ടികളായിരിക്കുമ്പോ തുടങ്ങി നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭയങ്കര ബുദ്ധി എന്നല്ല, ഒരു സാമാന്യ ബുദ്ധി. ഓക്കെ, പൾമനോളജി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്പെഷ്യാലിറ്റി വിച്ച് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ഓഫ് ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മളുടെ ശ്വാസകോശ സംബന്ധമായ നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ഇൻഹെയിലിംഗ് എക്സെയിലിംഗ്, അതായത് ശ്വാസം എടുക്കുന്നതുമായിട്ടൊക്കെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്ക്, അത്തരം രോഗങ്ങൾക്ക് ഉള്ള അല്ലെങ്കിൽ ലങ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പൾമനോളജി ഡിപ്പാർട്ട്മെന്റിന് വേറെ പേരുകളുണ്ട്. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ. മറ്റു പേരുകൾ എന്തായാലും പഠിച്ചു വെക്കണം. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. ഓക്കെ, ഈ 3 പേര് കൂടി എക്സ്ട്രാ ഉണ്ടെന്ന്. പൾമനോളജി തന്നെയാണ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. ക്ലിയർ ആണല്ലോ?
അല്ലെ? 3 പേര് പ്ലസ് നമ്മുടെ പൾമനോളജി എന്ന പേരും അതിന് ഉണ്ട് എന്നാണ് പറയാ. ഇനി ഇതിനകത്ത് കൂടുതലും അലർജി, ബ്രോങ്കൈറ്റിസ്, പിന്നെ ലങ് ക്യാൻസർ, ഇതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ, അതുപോലെ അലർജീസ്, ഡിഫറെന്റ്. ഈ പറയുന്ന പോലെ തുമ്മല്, ഇപ്പൊ കാലത്ത് എഴുന്നേൽക്കുമ്പോ കുറെ നേരം വരെ തുമ്മിക്കൊണ്ടിരിക്കുക, സൂര്യൻ ഉദിക്കുന്നവരെ തുമ്മ. ചില കുട്ടികൾക്ക് വൈകുന്നേരം ഒരു 5 മണി 5:30 ഒക്കെ ആകുമ്പോൾ തുടങ്ങി തുമ്മല് 6:30 7 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് തീരുന്നു. അതൊക്കെ അലർജീസ് ആണ്. പിന്നെ മറ്റു തരത്തിലുള്ള അലർജീസ് ഒക്കെ ഉണ്ട്. ബ്രോങ്കൈറ്റിസ് ഉണ്ട്, മാറാത്ത ചുമകളൊക്കെ, ലങ് ക്യാൻസർ. പിന്നെ പൾമോളജിസ്റ്റ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ കെയർ അവരെ കൊടുക്കുന്നത് ചെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ആണ് കേട്ടോ. നമ്മുടെ ചെസ്റ്റുമായിട്ട്, നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡിസീസസും ക്യൂർ ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് നമ്മുടെ പൾമനോളജിസ്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ദേ ഓൾസോ പർട്ടിക്കുലർലി ട്രീറ്റ് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ, നമ്മുടെ ആസ്തമ, ട്യൂബർകുലോസിസ്, പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ. ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരും കുറെ, ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെപ്പോഴും കോൾഡ് ഒക്കെ നമ്മൾ എന്താ പറയാ ശല്യം ചെയ്യുമ്പോൾ അതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് ആന്റിബയോട്ടിക് ഒക്കെ എടുത്തില്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ ന്യൂമോണിയ, പിന്നെ അത് ആസ്മ ഒക്കെ ആവാനൊക്കെ സാധ്യതകളുണ്ട്. ട്യൂബർകുലോസിസ്, TB, അതൊക്കെ ഇപ്പൊ റെയർ ആണ്, അധികമൊന്നും കേൾക്കുന്നില്ല. പണ്ടൊക്കെ അതൊരു കോമൺ അസുഖമൊക്കെ ആയിരുന്നു ട്യൂബർകുലോസിസ് ഒക്കെ. ഇന്ന് അതൊക്കെ കുറെയൊക്കെ അത്ര അധികം ഒന്നും കേൾക്കുന്ന രോഗമല്ല. എന്തായാലും ഇല്ല എന്നല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ആണ് ഓൾസോ ട്രീറ്റഡ് അണ്ടർ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ പൾമനോളജിസ്റ്റുകൾ ആർ സ്പെഷ്യലി for the diseases of conditions of our chest, particularly pneumonia, chest infections, tuberculosis and asthma. ഇതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി. പൾമനോളജിസ്റ്റുകളാണ് ഇതിന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോട്ട് എഴുതണം. ഓക്കെ, സോ ടേക്ക് യുവർ നോട്ട്ബുക്ക് എടുക്കുക, പെട്ടെന്ന് എഴുതാട്ടാ. ആദ്യത്തെ എഴുതേണ്ടത് ഒഫ്താൽമോളജിയില് ഒപ്റ്റോമെട്രി ആണ് എഴുതേണ്ടത്. ഒഫ്താൽമോളജിന്ന് എഴുതാം, അതിന്റെ താഴെ ഒപ്റ്റോമെട്രി എഴുതാം. വേണ്ട കാര്യങ്ങൾ മാത്രമേ നോട്ടായിട്ട് തരുള്ളൂ, വേണ്ടാത്തതൊന്നും നമ്മൾ ഇവിടുന്ന് തരില്ല. ഓൺലി നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഇന്നത് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് എഴുതി തരുന്നതാണ്. അങ്ങനെ അറിവിലേക്ക് എഴുതി തരുമ്പോൾ നന്നായി അറിയണം എന്ന് മാത്രം. ഒപ്റ്റോമെട്രി എഴുതിയേക്കാം. ഒപ്റ്റോമെട്രി ഒഫ്താൽമോളജിന്റെ കീഴിലാണല്ലോ ഒപ്റ്റോമെട്രി വരണേ, അതുകൊണ്ട് ഒഫ്താൽമോളജി എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ഒപ്റ്റോമെട്രി എഴുതാം. മിസ്, ആ ന്യൂക്ലിയർ മെഡിസിനിലെ പെറ്റ് വരെ നോട്ട് ചെയ്യുന്നുണ്ട്. ഓങ്കോളജിയുടെ അങ്ങനെ നോട്ട് എഴുതണ? ഓങ്കോളജിയിൽ ഒന്നും നോട്ട് എഴുതാനില്ലടാ. ഓങ്കോളജിയിലെ ആ തന്നേക്കണ നോട്ടുകളൊക്കെ ക്ലിയർ ആണ് ഓൾറെഡി. അതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് വേറെ വലിയ വേർഡ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ നമ്മള് അവിടെ നോട്ടില്. ഓക്കെ, അതുകൊണ്ടാ തരാത്തെ. അതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട വേറെ ഒരു നോട്ടും ഇല്ല. ഗിവൺ നോട്ടാണ് നിങ്ങളുടെ നോട്ട്. ഇത് എഴുതോ, ഒപ്റ്റോമെട്രി എഴുതേ, പെട്ടെന്ന് എഴുതേ, സമയം പോകും, അല്ലെങ്കിൽ അടുത്ത ടീച്ചറിന്റെ ടൈം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടി വരും. ഒരു ഹൈഫൻ ഇടാം, ഒപ്റ്റോമെട്രി ഒരു ഹൈഫൻ ഇടാം. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എഴുതാ. ഹെൽത്ത് കെയർ പ്രൊഫഷൻ, ഹെൽത്ത് കെയർ പ്രൊഫഷൻ, ഹെൽത്ത് കെയർ പ്രൊഫഷൻ that involves healthcare profession that involve അതിന്റെ കൂടെ രസം കൂടി ചേർക്കാം. involves examining 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 the eyes, EYES, eyes and related structures structure, STRUCTURES, structure ന് കൂടെ structures of defect or abnormalities, structures of defect or abnormalities. കണ്ണിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ, അബ്നോർമാലിറ്റീസ് ഒക്കെ കണ്ണുമായി ബന്ധപ്പെട്ടതൊക്കെ നോക്കുക, പരിശോധിക്കുക. അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഏതാ വേർഡ്? ബൈനോക്കുലർ വിഷൻ. ബൈനോക്കുലർ വിഷൻ, BINOCULAR, ബൈനോക്കുലർ വിഷൻ. ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. ബൈനോക്കുലർ വിഷൻ ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. കേൾക്കണ്ടല്ലോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട്? ഡിസ്റ്റർബൻസ് ഒന്നുമില്ലല്ലോ?
Okay, very good. Binocular vision hyphenated either. Ability to maintain visual focus. Visual, V-I-S-U-A-L, visual focus on an object. Visual focus on an object. Visual focus on an object with both eyes. With both eyes. രണ്ട് കണ്ണുകൊണ്ട് ഒരേ വസ്തുവിൽ ഇങ്ങനെ ദൃഷ്ടി പതിപ്പിക്കുക. With both eyes. Creating a single visual image. Creating, C-R-E-A-T-I-N-G. Creating a single visual image. Creating a single visual image. Okay. Creating a single visual image. അടുത്തത് നിങ്ങൾക്ക് വേണ്ട വേർഡ് ഇതാണ്. ഇൻട്രോട്ടറിൻ ഗ്രോ, അത് പീഡിയാട്രിക്സ് ഹെഡിങ് ചെയ്ത കേട്ടാ. പീഡിയാട്രിക്സ്, അതിനകത്ത് ഒരു വേർഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പീഡിയാട്രിക്സ് ആൻഡ് നിയോനോറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനകത്ത് ഒരു വേർഡ് ഉണ്ട്. ഒരു വേർഡ് അല്ല, ഒരു ഫ്രേസ് ആണ്. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. പീഡിയാട്രിക്സ് എന്ന് എഴുതിയിട്ടാണ് എഴുതാനുള്ളത്. അതെ അതെ, പീഡിയാട്രിക്സിന്റെ കീഴിൽ വന്ന ഒരു വേർഡാണ്. അവര് ഏത് ഹെഡിനകത്ത് ആ ഒരു വേർഡ് വന്നേന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയാ പറയുന്നത്. പീഡിയാട്രിക്സ്, അതിന്റെ താഴെ ഇൻട്രോട്ടറിൻ, INTRAUTERINE, ഇൻട്രോട്ടറിൻ ഗ്രോത്ത്. പറയൂ. INTRAUTERINE, ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, RETARDATION, റിട്ടാർഡേഷൻ. ഹൈഫ്രേറ്റഡ് എഴുതാം. A condition in which baby, B-A-B-Y, baby doesn't grow. Does not in the short form ആണ്. Doesn't grow to normal weight. ആവശ്യത്തിന് വേണ്ട വെയിറ്റിലേക്ക് വളരാതിരിക്കുക കുട്ടികൾ. എപ്പോ? ഡ്യൂറിങ് പ്രഗ്നൻസി. പുറത്തേക്ക് വന്നിട്ടല്ല, പ്രഗ്നൻസിയുടെ ടൈമിൽ ആവശ്യത്തിന് വളർച്ചയില്ലാതെ വരിക കുട്ടികൾക്ക്. അത്തരം ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. ഏതാ? ഒന്നുകൂടെ പറയാവോ? A condition in which baby doesn't grow. A condition in which baby doesn't grow to normal weight. Doesn't grow to normal weight during pregnancy. അത്രേ ഉള്ളൂ. വേറെ സെപ്പറേറ്റ് വേർഡുകളൊന്നും ഇനി നമുക്ക് വായിക്കാനില്ല. അപ്പൊ ഇത്രയും ഇന്ന് നമ്മൾ എടുത്ത അത്രയും 5 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു പഠിച്ചിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ കയറാം. പെട്ടെന്ന് ഉത്തരം പറയാ. ബി ബാച്ചിലെ കുട്ടികൾ കുറച്ചുകൂടി റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേഗം ചില ആളുകൾ അവിടെ എനിക്ക് തോന്നുന്നു വിളിച്ചപ്പോ ഇല്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞവര് ഉത്തരം ചാടി പറഞ്ഞിരുന്നു. ചില ആളുകൾ വിളിക്കുമ്പോ അവിടെ ആള് ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ എനിക്കറിയില്ല, റെസ്പോണ്ട് ചെയ്തില്ല. ബാക്കി പറയുന്നവര്, ആൻസർ പറയാൻ റെഡി ആയിരുന്നവര്, ദേ ഹാവ് ഗിവൺ ദ ആൻസർ. വെരി ഗുഡ്. അപ്പൊ അടുത്ത ദിവസവും അതേപോലെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ കയറാം. എക്സ്ട്രാ തരുന്ന നോട്ട് കൂടി വായിച്ചിട്ട് വരണേ. താങ്ക് യു. ബൈ. എന്റെ പേര് വിളിച്ചെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മേഡം. എല്ലാ ദിവസവും ഇങ്ങനെ മാറി പുതിയ ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മള്. ബിനോയിന്റെ ഒക്കെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാ. ചില